Yummy? Yummy? Wow! കഴിച്ചോ അത് കഴിക്കുന്നത് ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നൊരു സിമ്പിൾ ഐസ്ക്രീമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് വേണ്ടുള്ള പ്രിപ്പറേഷന്. പിന്നെ അത് സെറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങ നോക്കിയിട്ട്, ആരില്ലാത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒരു 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം അത് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് അരക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതിലേക്ക് ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം നല്ലോണം പഴുത്ത ഈത്തപ്പഴം ഒരു 4-5 ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഈത്തപ്പഴം എടുത്തില്ല, മാങ്ങ മാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഒരു 5 ഈത്തപ്പഴം എടുത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കാം. അപ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നമ്മുടെ കോക്കനട്ടിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ നമുക്കൊരു 5-6 മണിക്കൂർ വെച്ചതിന് ശേഷം നല്ലോണം കട്ടാക്കി എടുക്കണം. എന്നിട്ട് വേണം അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് വെതറി കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിൽ നട്ട്സ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ മേലെ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കണമല്ലോ. നമുക്കത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം കട്ടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നല്ലോണം കട്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീമാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുകയും വേണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്